അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്നത്തെ ഊണും നമുക്ക് ഇലയിൽ തന്നെ കഴിക്കാട്ടോ. അപ്പോൾ അതിനായിട്ട് ഇലയിലേക്ക് ചോറ് വിളമ്പി ഒരു സൈഡിൽ ഒരു അടിപൊളി ക്യാബേജ് തോരൻ കൂടെ വെച്ചു കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട അച്ചാർ കൂടി വെച്ചു കൊടുത്തു. ഇനി വേണ്ടത് നമ്മുടെ മീൻ പൊരിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ മീൻ പൊരിച്ചത് എന്ന് പറയുന്നത് ആനച്ചവിട്ടി പൊരിച്ചതാണ്. ഇലയിലേക്ക് ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. പിന്നെ വരുന്നത് കുറുക്ക് കാളനാണ്. അത് ഞാൻ വേറെ പാത്രത്തിലാണ് ആക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല മടക്കാണ്. അപ്പോൾ ഒരു ഇല കീറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 ഇല വെച്ചിട്ട് ചോറ് വിളമ്പിയത്. അപ്പോൾ അത് പൊതിഞ്ഞെടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ കുറുക്ക് കാളൻ. കുറച്ചധികം എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ വേണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഉച്ച സമയത്ത് നമ്മളത് പൊതിച്ചോറ് തുറക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പൊതിച്ചോറ് എന്ന് പറയണത്. എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഡയറ്റാന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ നല്ലോണം ഫുഡ് കഴിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഡയറ്റ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. നല്ല രസമായിട്ട് ഫുഡ് കഴിച്ചു. പയറിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ശ്രീജിഷ് സാറ് നല്ല ഇല പൊരിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അഫിയുടെ സ്പെഷ്യല് സോയാബീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അർജുൻ ഇന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അർജുനും ഞാനും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ ഒരേ ഇലയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചോറൊക്കെ എൻ്റെ ഇലയിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അർജുനും കൂടെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ മിക്സ് ചെയ്തു. ഒരു സൈഡിൽ നിന്ന് ഞാനും കുറച്ച് കഴിച്ചു, ബാക്കി അർജുനും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ്, നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.